പോകാൻ പറഞ്ഞു. അപ്പച്ചി വേണ്ട, വന്ദന എന്റെ ഭാര്യ, ഇനി അവളെ ഉപദ്രവിക്കരുത്. ജഗ, അതെ അപ്പച്ചി, ഇനി ചിലപ്പോ അപ്പച്ചിയാണെന്ന് ഞാനങ്ങ് മറന്നുപോകും. പിന്നെ എങ്ങനെയായിരിക്കും ഞാൻ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റുന്ന വരില്ല. അപ്പച്ചിയായിട്ട് എനിക്ക് ജയിലിലേക്ക് മടങ്ങിപ്പോവാൻ അവസരം ഉണ്ടാക്കി തരരുത്. മോനെ ജഗ, മോനെ മോനെ നാ ഒന്നുമില്ലമ്മേ, അമ്മയുടെ മോനൊന്നും പറ്റിയിട്ടില്ല. സുമേ മതി, ചെന്ന് ആരതി ഒഴിഞ്ഞ് അവരകത്തോട്ട് കയറ്റിയിരുത്ത. ചെല്ലേ, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. കുറുപ്പ് സാറേ, എന്നാ ഞാൻ അങ്ങോട്ട്. തന്റെ അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക ഇപ്പൊ തന്നെ അയക്കാം. അയ്യോ അല്ല സാർ, അതൊന്നും കുഴപ്പമില്ല സാർ. ഇരിക്കട്ടെ എന്ന് എന്റെ ഒരു സന്തോഷത്തിനാണെന്ന് കരുതിയാ മതി. സന്തോഷത്തിനാണെങ്കിൽ ജഗനെ ആരതി ഒഴിഞ്ഞ് അകത്ത് കയറ്റുന്നതും കൂടി കാണും. അതാണ്. അമ്മേ, വന്ദന എന്നെ പുറത്തിറക്കിയത്. ആദ്യം വന്ദനയ്ക്ക് വേണം ആരതി ഒഴിയാൻ. ദേഷ്യപ്പെടുന്നു വേണ്ട. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തൊരാള് സ്വന്തം അച്ഛനമ്മമാർക്കാണെങ്കിലും വെറുതെ പണം കൊടുക്കുന്നത് കണ്ട അതില് പന്തികേടുണ്ടെന്ന് കാണുന്ന ഒരാൾക്ക് തോന്നാം. വെറുതെ പണം കൊടുത്ത് സഹായിച്ചാണെന്ന് ആരതിനോട് പറഞ്ഞത്? വർഷയുടെ മരണാനന്തര ചടങ്ങിന് അച്ഛൻ ചെലവാക്കിയ പണം, അതിന്റെ വീതം കൊടുക്കേണ്ട മര്യാദ എല്ലാ മക്കൾക്കും മരുമക്കൾക്കുണ്ട്. അത് കൊടുക്കാത്ത താപ്പാനകൾക്കല്ല, കൊടുത്ത എനിക്കാണോടി കുറ്റം. അങ്ങനെ മകന്റെ മര്യാദ പാലിക്കാനാണ് പണം കൊടുത്തതെങ്കിൽ അത് കുറ്റമല്ല, വളരെ നല്ല കാര്യം ആണല്ലോ. വർഷ നഷ്ടപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന വിക്രമാണ്. വർഷ മരിച്ചിട്ടുണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്നില്ല. ഓരോ മുക്കിലും മൂലയിലും അയാൾ വർഷയെ തേടി നടക്കുക. വർഷയുടെ തിരിച്ചുവരവനായിട്ട് അയാൾ കാത്തിരിക്കുക. വിക്രമിന് തോന്നുന്ന സ്നേഹം പോലും സ്വന്തം സഹോദരനായി എനിക്ക് പോലും വർഷയോട് തോന്നിയില്ലല്ലോ എന്നുള്ള കുറ്റബോധം, അതാ എന്നെ മാറ്റി ചിന്തിപ്പിച്ചത്. വർഷ ജീവിച്ചിരുന്നപ്പോ അവൾക്ക് കൊടുക്കാൻ മടിച്ച പണം അവള് മരിച്ചപ്പോ അച്ഛനമ്മമാർക്ക് കൊടുത്ത് ആശ്വാസം കണ്ടെത്തുന്നു. അല്ലാതെ കപട നാടകം കളിക്കല്ല. നിനക്ക് മനസ്സിലാവണ്ടോ? മനസ്സിലായി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് മൂന്നും ഒരു ഭാഗത്ത് തന്നെ ഇരിക്കണം എന്നും എപ്പോഴും. മാധവനോടൊപ്പം ഒളിച്ചോടുന്നതിന് മുമ്പ് ചന്ദ്രികയായിരുന്നു കോവിലകത്ത് അടുക്കള നിയന്ത്രിച്ചിരുന്നത്. ചന്ദ്രികയുടെ അതേ ചിട്ടയിലും മട്ടിലുമാണ് വേലക്കാരി അമ്മവും കാര്യങ്ങൾ നോക്കുന്നത്. ചന്ദ്രികയുടെ അതേ മട്ടും രീതിയും വേലക്കാരിക്ക് എങ്ങനെയുണ്ടായി? ഉപ്പ്, പുളി, കായം, ഈ 3 ഐറ്റങ്ങളും
തൊട്ടടുത്ത് തന്നെ ഉണ്ടാവണം. അപ്പോ കറിക്കൂട്ട് ചേരുവകളെല്ലാം ഒരു ഭാഗത്തായി. ഇനിയിപ്പോ പഞ്ചസാര. പഞ്ചസാര പാത്രവും ഉപ്പ് പാത്രവും ഒരിക്കലും അടുത്തടുത്ത് വെക്കരുത്. പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ടാലും ഉപ്പിന് പകരം പഞ്ചസാര ഇട്ടാലും കുടുംബകലഹത്തിന് അത് മതിയെന്ന് അച്ഛമ്മ പറയുന്നത്. അതുണ്ടാകാതെ നോക്കേണ്ടത് അടുക്കളക്കാരിയുടെ ഉത്തരവാദിത്വം. പഞ്ചസാര ഉപ്പും കയ്യെത്താ ദൂരത്ത് വയ്ക്കുന്നതും ചന്ദ്രികയുടെ ശീലമായിരുന്നു. അതേ ശീലം അതേപടി ആവർത്തിക്കുന്നതും ചന്ദ്രികയുടെ മകൾ വർഷ തന്നെയായിരുന്നു. ഇവള് വർഷ തന്നെയാണ്. ചിട്ടകൾ ഞാനും പാലിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിരിക്കും അമ്മാവൻ വന്ന് ഒളിഞ്ഞു നോക്കുന്നത്. ഞാൻ വർഷയാണെന്ന് ഒരു വിധത്തിലും അമ്മാവൻ തിരിച്ചറിയാൻ പാടില്ല.